നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. നമ്മുടെ കുടുംബ സദസ്സുകൾക്ക് ഇന്നും ഏറ്റവും പഥ്യമായ നമ്മുടെ കുടുംബ സാമൂഹ്യ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പുതിയ ചിന്തകളെയാണോ ഈ സോപ്പുകൾ സൃഷ്ടിക്കുന്നത്, അതെയോ പ്രതികൂലമായ ചിന്ത അവസ്ഥയാണോ നമ്മുടെ മനസ്സിൽ ഈ സീരിയലുകൾ സൃഷ്ടിക്കുന്നത്? ഇതാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. നമ്മുടെ പരമ്പരകൾ പമ്പരങ്ങളാകുമ്പോൾ ഞാൻ മലയാളി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വയലാർ മാധവൻകുട്ടി, സംവിധായകൻ; സംഗീത മോഹൻ, അഭിനേത്രി, തിരക്കഥാകൃത്ത്; അഡ്വക്കേറ്റ് സമീറ, സാമൂഹിക നിരീക്ഷക; ശാന്തിവിള ദിനേശ്, സംവിധായകൻ; ശരത് ദാസ്, അഭിനേതാവ്; കിഷോർ, അഭിനേതാവ്; സുചിത്ര നായർ, അഭിനേത്രി; അമർ രാജൻ, സൈക്കോളജിസ്റ്റ്; ദേവി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്; നിതിൻ, അഭിനേതാവ്. ഇതോടൊപ്പം തന്നെ ഈ മേഖലയെ നുകരുന്ന രുചിക്കുന്ന കുറെ ആൾക്കാർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ മാധവൻകുട്ടി, ദീർഘകാലമായിട്ട് താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എങ്ങനെയൊക്കെയാണ് ഈ സോപ്പ് നമ്മുടെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? സോപ്പ് എന്നല്ലേ പറയണ സംഗീത? അതെ അതെ, സോപ്പ് അടിക്കുക അല്ല, അത് സോപ്പ് ഓപ്പേറാസിന്റെ കോപ്പിയാണ് ആക്ച്വലി സീരിയലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വന്നു പോയതാണ്. ഓക്കെ, ശരി. എന്തായാലും സോപ്പിന്റെ രംഗത്തുള്ള ആളാണ് മാധവൻകുട്ടി. പറയൂ. തുടക്കം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ കോൺസെൻട്രേറ്റ് ചെയ്താണല്ലോ പറയേണ്ടത്. ദൂരദർശനാണ് തുടങ്ങി വെച്ചത്. അന്ന് ആദ്യകാലത്ത് മിക്കവാറും എല്ലാം നല്ല സാഹിത്യ കൃതികളെ ബേസ് ചെയ്തിട്ടുള്ള 13 എപ്പിസോഡുള്ള ചുരുക്കം കാലത്തേക്ക് മാത്രമുള്ള എപ്പിസോഡ്സ് ആയിരുന്നു നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ നോവലുകളും അതുപോലുള്ള സൃഷ്ടികളും വളരെ സെലക്റ്റീവ് ആയിരുന്നു കഥ. 13 എപ്പിസോഡൊക്കെയാണ് തുടക്കം. അതെ. പക്ഷെ ഈ മാധവൻകുട്ടി പിന്നീട് 1300 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതും ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവ് ആയിട്ട് തന്നെയാണ് ആ രീതിയിലും നമ്മൾ എൻ്റർ ചെയ്തത്. വളരെ സെലക്റ്റീവ്. അതായത് ആദ്യം മുതൽ, ഉദാഹരണത്തിന് നമ്മുടെ ഈ ചാനലിന്റെ ചെയർമാനായ മഹാനടൻ മമ്മൂട്ടി തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം എന്നോടൊരു കഥ ചോദിച്ചപ്പോൾ ആ കഥയുടെ ആദ്യന്തം ഞാൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച്. അവസാനത്തെ ഷോട്ട് വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ആ സീരിയൽ തുടങ്ങിയത്. അതല്ലാതെ ഈ പോയ വഴി അടിക്കുക അല്ലെങ്കിൽ അടിക്കുന്ന വഴി പോട്ടെ അങ്ങനെ ഒരു പിന്നെ മാധവൻകുട്ടി കാണിക്കണ അങ്ങനത്തെ ഒരു അഹങ്കാരം ഒന്നും സംഗീതക്കില്ല. സംഗീത പലപ്പോഴും ക്ലൈമാക്സിന് ശേഷം വീണ്ടും പരമ്പര നീട്ടിയിട്ടുണ്ട്. ഇല്ലേ സംഗീത? ആ മുഖത്തേക്ക് എന്നാ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യും. കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതെന്താന്ന് വെച്ചാല് ഞാൻ ശരിയാണോ? അത് ശരിയാണ്. പക്ഷേ മാധവൻകുട്ടി പറയുന്നു അദ്ദേഹം 1300 പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സംഗീതയുടെ പരമ്പരകളിൽ പലപ്പോഴും എത്രയോ കാലം ക്ലൈമാക്സ് കഴിഞ്ഞു പോയിരുന്നു. അതെ, കാലം തന്നെയാണ് പ്രശ്നം സാർ. കാരണം സാറ് ചെയ്ത ആ 1300 ചെയ്ത ആ കാലഘട്ടത്തിലല്ല ഞാൻ ചെയ്തത് എന്നുള്ളിടത്താണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചുകൂടി പ്രായോഗികവാദിയായോ അവസരവാദിയായോ? അല്ല, എന്താണ് അർത്ഥം? ആക്ച്വലി പ്രായോഗികവാദിയും അവസരവാദിയുമായത് ഞാനല്ല, ഇതൊരു സർക്കിളാണ്. ദൂഷിത വലയമാണ്. ദൂഷിതാന്ന് ഞാൻ പറയില്ല, അത് ആപേക്ഷികം. പക്ഷേ ആപേക്ഷികം എന്ന് പറയുന്നത് അതിനർത്ഥം അത് ആകാം, ആകാതിരിക്കാം. അതെ, അത് കമ്പയർ ചെയ്ത് വലയമാണ്. ആണ് ഇത്. നമ്മള് യു ഹാവ് ടു കേറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണ് എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല. ഈ തൊഴിലിൽ എന്ത് ആവശ്യപ്പെടുന്നു അത് കൊടുക്കുക എന്നുള്ളതാണ്. അമർ രാജൻ, ഇതാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? താങ്കളൊരു സൈക്കോളജിസ്റ്റ് ആണ്. അതായത് ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. സംഗീത പറഞ്ഞോളൂ, അത്ര ലാഘവത്തിൽ സംഗീതയുടെ ഒരു നിവൃത്തികേടാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ പാലിക്കപ്പെടേണ്ട സംഭവം? തീർച്ചയായിട്ടും അല്ല. ഇതിന് കൃത്യമായിട്ടൊരു മാനദണ്ഡവും ഇത് എത്രാമത്തെ എപ്പിസോഡിൽ തീരും, ഈ ഒരു സീരിയലിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം എഴുതിയതിന് ശേഷം തന്നെയാണ് ഒരെണ്ണം ചെയ്യേണ്ടത്. പിന്നെ എല്ലായ്പ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ TV പ്രോഗ്രാംസ് ആണെങ്കിലും ടെലിവിഷൻ സീരിയൽസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാവരും പറയുന്നത് ഇത് പ്രേക്ഷകരുടെ ആവശ്യ അനുസരണമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ആവശ്യ അനുസരണങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ശാസ്ത്രീയമായി അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നത് നമുക്ക് റിസർച്ച് മെത്തേഡ്സിലൂടെയാണ് കിട്ടുന്നത്.
ഉദാഹരണത്തിന് ഒരു സർവേ നടത്തുക, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇന്റർവ്യൂ. ഇവിടെ അമർരാജന് അതൊരു വിദ്യയുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ള അതിനൊക്കെ വഴികളുണ്ട്. അല്ല, TRP റേറ്റിംഗ് ആണെങ്കിൽ തന്നെയും അതിന്റെ ശാസ്ത്രീയമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അതിപ്പോഴും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് TRP റേറ്റിംഗിന് ഒരിക്കലും ആധികാരികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവരുടെ സംഗീതയുടെയും ഒരുപക്ഷെ ശ്രീ മാധവൻകുട്ടിയത് അല്പം പൊതിഞ്ഞാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹവും ഈ മാർക്കറ്റിന്റെ ഭാഗമാണ്. വിപണിയുടെ എല്ലാ നിവൃത്തികേടും നിർബന്ധങ്ങളും എല്ലാം താങ്കളും പാലിക്കാൻ നിർബന്ധിതനാണ് അല്ലേ? നിർബന്ധിതനായിരുന്നു, പക്ഷെ പാലിച്ചിട്ടില്ല. സത്യമാണോ പറയുന്നത് മാധവൻകുട്ടി? എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും പേര് വിട്ടിട്ടുണ്ട്, അവർക്ക് അത് അറിയാം. താങ്കൾ ഒരു കോംപ്രമൈസും തയ്യാറായി? ഓക്കെ, അപ്പൊ കോംപ്രമൈസ് തയ്യാറാകാത്ത ഒരു സംവിധായകൻ നമുക്കുണ്ട്, നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യമാണ്. അഡ്വക്കേറ്റ് സമീറ, ഈ പറഞ്ഞതുപോലെ വിപണി നൽകുന്ന ഒരുപക്ഷെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ വിപണി നൽകുന്ന ചില നിർബന്ധങ്ങളുണ്ട്. ഇത് രണ്ടിനിടയിലാണ് ഒരുപക്ഷെ ഇവർ ഞെരുങ്ങിയിരിക്കുന്നത്. അവിടെ എന്താണ് ഒരു സാമൂഹ്യ നിരീക്ഷിക്കുന്നതിൽ നമ്മുടെ ഈ സോപ്പുകൾ, നമ്മുടെ സീരിയലുകൾ, നമ്മുടെ പരമ്പരകൾ എത്ര കണ്ടാണ് നമ്മുടെ പ്രേക്ഷകരെ ഗുണപരമായി സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മനസ്സുകളെ സ്പർശിക്കുന്നത്? ഇവരെല്ലാവരും കലാകാരന്മാരാണ് അൾട്ടിമേറ്റ്ലി. അത് ഡയറക്ടർ ആയിക്കോട്ടെ, അഭിനേത്രി ആയിക്കോട്ടെ, തിരക്കഥാകൃത്ത് ആരും ആയിക്കോട്ടെ, കലാകാരന്മാർക്ക് ഒരു പ്രതിബദ്ധത സമൂഹത്തിനോടുണ്ട്. അത് തീർച്ചയായും അവർ കൺവേ ചെയ്യണം. ഒരു 12 വയസ്സുള്ള കുട്ടിയെ താഴേക്കിട്ട് കൊല്ലുന്നു, 2 വയസ്സുള്ള കുട്ടിയെ വിഷം കൊടുത്തു കൊല്ലുന്നു. ഈ സീരിയലുകൾ കണ്ടാൽ കേരളത്തിലെ സ്ത്രീകളെല്ലാം ഭയങ്കര ഭീകര ജീവികളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതർ എക്സ്ട്രീം, കണ്ണുനീര് കൊണ്ട് ആർക്കും ചവിട്ടിത്തേക്കാവുന്ന ആ ഒരു എക്സ്ട്രീം. ഒരു കാലത്ത് അത് മാത്രമായിരുന്നു, ഇപ്പോൾ കുറെ വില്ലത്തുകളെയും കൂടി ഇവർ സൃഷ്ടിച്ചു വിട്ടു. ഇതാണോ ശരിക്കുള്ള നമ്മുടെ കേരള സമൂഹം? ആണോ മക്കളെ, നിങ്ങളൊക്കെ ആ ഭാഗത്തിൽപ്പെടുന്നവരാണോ? അല്ല, എന്താണ് മോളുടെ അഭിപ്രായം? എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് സീരിയല് കണ്ട് കരഞ്ഞ്. എന്റെ അമ്മാമ്മയൊക്കെ ആ ഗ്രൂപ്പിൽ പെട്ടവരാ. സ്ഥിരം കരച്ചില്ല. 7 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ സീരിയല് വേണം. അപ്പൊ അതിനൊരു കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ പറഞ്ഞ അമ്മ സീരിയല് ഞങ്ങൾക്ക് എന്തെങ്കിലും കാണണ്ടേ, അത് കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കണ്ടോ എന്നൊക്കെ പറയും. പിന്നെ അമ്മയാണല്ലോ, ഇനി എന്ത് വേറെ എൻജോയ്മെന്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഈ കുട്ടിയെ ഒരിക്കലും ഈ സീരിയലുകൾ ആകർഷിച്ചിട്ടില്ലേ? ഇല്ല, എന്നെ ആകർഷിച്ചിട്ടില്ല സീരിയല്. പക്ഷെ ഒരു സീരിയല് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പാരിജാതം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിന് വില്ലത്തിയല്ല, അതിലെ ഡബിൾ റോളാ. അരുണ സീമ എന്ന് പറഞ്ഞ ഡബിൾ റോൾ ഉണ്ടായിരുന്നു. ഒരു അരുണ എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഭയങ്കര പാവം, മറ്റേ ട്വിൻ ആണെങ്കിൽ ഭയങ്കര ദുഷ്ടി. അപ്പൊ രണ്ടുപേർക്ക് ശബ്ദം കൊടുത്ത ആളതാ അവിടെ ഇരിക്കുന്നു. അതെ, ദേവി എങ്ങനെയാണ് ദേവി ഈ സമർത്ഥമായിട്ട് ഒരേ സമയത്ത് നല്ല ഗുണമുള്ള ഒരു കുട്ടിക്കും ദുഷ്ടിക്കും, എന്താണ് ദുഷ്ടി അല്ലേ, മലയാള പദം നമുക്ക് മോളെ അത് ദുഷ്ടാന്ന് വിളിച്ചാൽ മതി. എന്തായാലും നമ്മൾ ദുഷ്ടി എന്നുള്ള പേരിവിടെ ദുഷ്ടത്തി. എന്താണ് ദേവി, എങ്ങനെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്? 2 രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് 2 രീതിയിൽ ചെയ്യാന്നുള്ളത് എനിക്ക് വരുന്നൊരു ചാലഞ്ചാണ്. അത് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. സൗണ്ടിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ ഈ പാവവും ദുഷ്ടിയും ആവുമ്പോ ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പാവമായിട്ടുള്ള ദേവിയുടെ മനസ്സിലൊരു ദുഷ്ടിയും ഒരു പാവം ഉണ്ടോ? അതുകൊണ്ടാണോ? അല്ല, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് കൊടുക്കുക എന്നുള്ളത്. ഇവരെല്ലാം അങ്ങനെ പറയണം, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു, മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നു, ചാനൽ ഡിമാൻഡ് ചെയ്യുന്നു എന്നൊക്കെയാ പറയുന്നത്. ഈ ഡിമാൻഡാണ് പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെ? അപ്പൊ ദേവിക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പറന്ന് നടന്നാണ് ദേവി ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായെന്നാണ് ഈ രംഗത്തുള്ള ആൾക്കാരെ. കഥാപാത്രം മാറിപ്പോയി, പിന്നീട് തിരിച്ചു വീണ്ടും ഡബ് ചെയ്യേണ്ടി വന്നു. ഒരേ സമയം 8ഓ 10ഓ കഥാപാത്രങ്ങളെ ഇങ്ങനെ ദേവി ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥാപാത്രങ്ങൾ മാറിപ്പോയിട്ടൊന്നുമില്ല, അതാത് കഥാപാത്രങ്ങൾക്ക് തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോ ചില പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ മാറിപ്പോവാറുണ്ടെന്നേ ഉള്ളൂ. സമീറയുടെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇതൊരിക്കലും പൊരുത്തപ്പെടുന്നില്ലേ ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഇവർ ഇപ്പൊ പറഞ്ഞില്ലേ, ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾ മോർ ദാൻ ദാറ്റ് ഡിമാൻഡ് ഓഫ് ദ ചാനൽ. ഇത് കേട്ടിട്ട് സംഗീത ഒരു തരത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് അന്നം മുട്ടേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ള രംഗത്തൊക്കെ തുടരുന്നുള്ളൂ. അല്ല, എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. ആക്ച്വലി ഇത് നമ്മൾ ഇവിടെ ഇതുപോലെ ചർച്ചകളിൽ മാത്രമല്ല, ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും പലരും നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, ഭയങ്കര ബോറാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണോ മനുഷ്യർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്. നോക്കൂ, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തൊഴിലാണ് ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ ക്രിയേറ്റിവിറ്റി, ഇതൊരു തൊഴിൽ കൂടിയാണ്.
അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വളരെ ഉദാത്തമായ ഖസാൻ സാക്കിസിന്റെ ലാസ്റ്റ് ടെംപ്ടേഷൻ എടുത്തിട്ട് അങ്ങ് വിഷ്വലൈസ് ചെയ്യാമെന്ന് വെച്ചാൽ അത് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ പണ്ട് ദൂരദർശൻ 1985 ദൂരദർശൻ തുടങ്ങിയതാണ്. നമ്മുടെ ഒരു സാറ്റലൈറ്റ് കൾച്ചറിന് ഇപ്പോൾ ഒരു 25 ഇയേഴ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ആ കാലത്തൊക്കെ കെ സുരേന്ദ്രന്റെ നോവലുകളും അല്ലെങ്കിൽ ശമനതാളം പോലെയുള്ള നല്ല നല്ല സീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം സംഗീതയുടെ അഭിപ്രായം നമ്മുടെ കാലചക്രം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതല്ല ഞാൻ പറയുന്നത്. നോ അതല്ല ഞാൻ പറയുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ വയലാർ മാധവൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു പക്ഷേ 10-15 വർഷം മുമ്പ് ചെലുത്താൻ കഴിഞ്ഞിരുന്ന ഗുണപരമായ സ്വാധീനം ഇന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് നമ്മുടെ സോപ്പിന്റെ കാര്യത്തിൽ സീരിയലിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താ പറ്റുന്നതെന്ന് അല്ല പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. നമ്മളിപ്പോ നല്ല ഒരു പ്രോഡക്റ്റ് അത്രയും നല്ല ഒരു ഔട്ട്പുട്ട് കൊടുത്താൽ നെക്സ്റ്റ് വരുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ ചാനലിൽ നിന്ന് നമ്മളോട് പറയും അത് റേറ്റിംഗിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അത് ആ ട്രാക്ക് ഇങ്ങനെ മാറ്റൂ, ഈ ട്രാക്ക് ഇങ്ങനെ മാറ്റൂ, ഇതിൽ ഇങ്ങനെ വരുത്തൂ, മറ്റതിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുത്തൂ എന്ന് പറയും. പ്രളയത്തിൽ വെള്ളം വന്ന പോലെയാണ്, ഇങ്ങോട്ട് ഒഴുകണമെന്ന് അറിയാത്തപ്പോ എവിടെയെങ്കിലും ഒക്കെ കയറി ഒഴുകി വെള്ളപ്പൊക്കം നിങ്ങളെല്ലാരും കൂടി ഒന്ന് ആ നമ്മുടെ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കൂ. എത്ര നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, സദ്ഗുണം. പക്ഷെ ഈ വ്യക്തി ഏത് രൂപത്തിലൊക്കെയാണ് ഈ സീരിയലുകാർ കാസ്റ്റ് ചെയ്യുന്നത്? കൊടും പാതകങ്ങൾ ചെയ്യുന്ന വില്ലനായിട്ടാണ് ഈ ശരത്തിനെ ചില സമയത്ത്. അല്ലല്ല, ഇപ്പോഴുള്ള സീരിയലാണ് ഭ്രമണം എന്ന് പറഞ്ഞൊരു സീരിയലില് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു പ്രതീതി ഒരു ഹാൻസം വില്ലൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും കാലം നല്ലവനായിട്ടായിരുന്നു. അപ്പൊ ഒരു എങ്ങനെയുണ്ടെന്ന് മാറി ചവിട്ടി നോക്കാമെന്ന് വിചാരിച്ച് ചവിട്ടി നോക്കിയത്. അപ്പൊ അത് മാറ്റത്തിൽ പെടുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മാറ്റം എന്തിനു വേണ്ടി എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരു അഭിനേതാവിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവ് പുറത്തേക്ക് കാണിക്കാനുള്ള ആ ഒരു മാറ്റം. ശരത്ത് ഇപ്പം ഇനാക്ട് ചെയ്യുന്ന ഒരു അവിഹിതമായി ബന്ധപ്പെട്ടതല്ലേ? അതെ, ഉള്ളിൽ ഉറങ്ങി തീർച്ചയായിട്ടും അവിഹിതമുണ്ട്. അവിഹിതം ഇല്ല എന്ന് പറയാൻ അത്ര നല്ലവനൊന്നും അല്ല. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നല്ലതും ചീത്തയൊക്കെ അവന്റെ ഉള്ളിൽ ഉണ്ടാവും. ഷേക്സ്പിയറിന്റെ കഥാപാത്രം പോലെയാ. അതെ, ആ വില്ലനും നായകനും ഒക്കെ ആ കഥാപാത്രം തന്നെയാണ്. അതാണ് ശരത്ത്. ചിന്തകളാണ് ഒരാളെ നയിക്കുന്നത്. അപ്പൊ ശരത്ത് എത്രയോ കാലമായിട്ട് എനിക്ക് ശരത്തിന്റെ ശാരീരിക സൗന്ദര്യ ഘടനയിൽ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിലും ശരത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ TV ഓർക്കുമ്പോൾ എത്രയോ കാലം മുമ്പ് ശരത്ത് ഈ രൂപത്തിൽ തന്നെ ഇരിക്കണേ. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സംഗീതം മാത്രമാണ് അല്പം മാറിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും അതുപോലെയൊക്കെ തന്നെ ഇരിക്കുകയാണ്. അതെ. അപ്പൊ സാറിനെ ഞാൻ ആദ്യം കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോഴും ഒരു വ്യത്യാസമില്ല, ഇങ്ങനെ തന്നെ. അപ്പൊ യഥാർത്ഥത്തില് ഒരു എന്താ പറയുക, ഒരു മിത്തിക് ക്യാരക്ടറിൽ നിന്ന് ഒരു അവിഹിത കഥാപാത്രമായിട്ടാണ് ശരത്ത് യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രയാണം ചെയ്തിരിക്കുന്നത്, അല്ലെ? താങ്കൾ സംതൃപ്തനാണ് ഒരു ആക്ടർ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഒരു അഭിനേതാവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് സാറ്റിസ്ഫൈ ആവും. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ലൈഫിൽ എന്ന പോലെ തന്നെയാണ് എനിക്കത് അഭിനയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരുപാട് കാലം ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് മതിയായി. ഇനി എന്തായാലും അവിഹിതത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു മുൻകരുതലായി കഴിഞ്ഞു ഈ പറയുന്ന കഥ. ഒരു കാര്യമുണ്ട്, ഈ അവിഹിത രംഗം ഇത്രത്തോളം ഭംഗിയായി നിറവേറ്റാൻ കഴിയുന്ന ശരത്തിനെ ഇനി ശാന്തിവിള ദിനേശ് ഇനി അവിഹിതക്കാരൻ തന്നെയായിട്ട് ഇനി അടുത്ത ശാന്തിവിള ഇങ്ങനെയല്ലേ നമ്മൾ ഒരാളെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അവരെ കയറ്റി നിർത്തില്ലേ? അതാണ് നമ്മുടെ സിനിമയിലെയും സീരിയലിലെയും കുഴപ്പം. അതാ ഒരാളൊരു നല്ല വേഷം ചെയ്താൽ പിന്നെ ആ വഴിയായിരിക്കും എല്ലാം. എന്താണ് ദിനേശ്, നമ്മുടെ ഗ്രാഫ് താഴോട്ടാണോ മേൽപോട്ടാണോ റിയലിസ്റ്റിക് ആണോ? ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുണ്ട്. എന്താ കാരണം വെച്ചാൽ ആഗോളതലത്തിൽ ഒരുപക്ഷെ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സീരിയലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ടെലിവിഷന്റെ അപ്പുറത്ത് ഉള്ളടക്കം നിർമ്മിക്കാൻ കഴിയുന്ന നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലുള്ള സംഭവങ്ങൾ 10, 12, 4, 5, 6 എപ്പിസോഡുള്ള മനോഹരമായ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സുകൾ മാറ്റി ചവിട്ടി മുന്നോട്ട് പോകുന്ന തിരക്കഥാകൃത്തുക്കളുടെ ഒരു സാന്നിധ്യത്താൽ നമ്മൾ ഞാൻ സംഗീതത്തെക്കുറിച്ചല്ല അല്ല, ഞാൻ അതല്ല പറഞ്ഞ. ഇനിയുള്ള കാലം വെബ് സീരീസിന്റെ ആണ്. ആക്ച്വലി ആ മാറ്റം വരും. എങ്ങനെയും ഒരു 4, 5, 6 ഇയേഴ്സിൽ ഒരു വെബ് സീരീസ് എന്നുള്ളത് നമ്മുടെ ഒരു മലയാളത്തിലേക്കും ഒരു കടന്നുകയറ്റം ഉണ്ടാവും. ദിനേശിന് ഈ ഒരു മേഖലയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ തൃപ്തനാണോ സംതൃപ്തനാണോ? അല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഡ്രാമ ചെയ്ത രഞ്ജിത്തിന് പടം ഹൗസ്ഫുൾ ആക്കി കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റും ആരോടും പറയണ്ട. ആദ്യത്തെ ഷോയിൽ അതിന്റെ ജാതകം തെളിയും, ഒന്നീ പൊളിയും ഇല്ലെങ്കിൽ ഹിറ്റാവും. പക്ഷെ സീരിയൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ സൂര്യയിലൊക്കെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ച കഴിഞ്ഞാൽ വ്യാഴാഴ്ച അവരെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ക്ലെമന്റിന്റെ ഫോൺ വരും. നമ്മൾ ഈ ക്ലെമന്റ് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് നമ്മൾ വല്ലാതെ ചമ്മു.
അപ്പോൾ ഈ ആ ഒരു ഭയങ്കര ഒരു പണിഷ്മെന്റ് ഈ സീരിയൽ ചെയ്യുന്ന സംവിധായകർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും ഉപ്പും മുളകും പോലെ ഭ്രമണം പോലെ നല്ല സീരിയലുകൾ നന്നായിട്ട് ജനം കാണുന്നുണ്ട്. പക്ഷേ ജനം കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ റേറ്റിങ്ങിൽ വരാൻ വേണ്ടി ആണ് ഈ 5 താടകങ്ങളെ നിരത്തി നിർത്തിയിട്ട് 22 വയസ്സായ ഒരു പെണ്ണിനെ പരസ്യമായി ഹരാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 5 പെണ്ണുങ്ങൾ നിങ്ങൾ സീരിയലിൽ കാണില്ല, ഇവിടെ 2.5 വർഷമൊക്കെ ഓടിയ സീരിയലുകൾ കണ്ടാൽ നാണം തോന്നും. 5 തടിച്ചുകൾ നിന്നിട്ട് ഒരു 20 വയസ്സായ അവർക്ക് മോശം അല്ല, തടിയുള്ളേ എടുക്കുള്ളൂ ആവേശത്തിന്. ആണോ? പിന്നെ എന്നിട്ട് 20 വയസ്സായ പെണ്ണ്, അവള് കല്യാണം കഴിച്ചത് എന്തിനെന്ന് അറിയില്ല, ഗർഭിണിയായത് എങ്ങനെയെന്ന് അറിയില്ല, പ്രസവിച്ചത് എങ്ങനെയെന്ന് അറിയില്ല. 3 വയസ്സായ കുട്ടിക്ക് അറിയാം ഇതെന്റെ തന്തയാണ് ഇതെന്റെ അമ്മയാണെന്ന്. പക്ഷെ MBBS പഠിച്ച ഡോക്ടർക്ക് അറിയില്ല ഇതെന്റെ മകളാണെന്ന്. എന്ത് ചെറ്റത്തരാ കാണിക്കണേ റേറ്റിങ്ങിന് വേണ്ടി. എനിക്ക് നാണം തോന്നുന്ന ഒരു ഫീൽഡാണ്. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ വളരെ നാണം തോന്നുന്ന ഒരു ഫീൽഡാണ്. ഞാൻ എന്തോ ആദ്യം ചെയ്ത വലയം മുതൽ അവസാനം ചെയ്ത നിഴൽക്കണ്ണാടി വരെ ഞാൻ ഇത്തരം ഒരു സാധനം ചെയ്തിട്ടില്ല. നിതിനെ, ഈ താൻ ഏത് രൂപത്തിലാണോ നാട്ടിലൊരു കെട്ട് അപ്പുറത്തൊരു കെട്ട് പല രൂപത്തിലും കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു നായകനാണത്. പറ്റിപ്പോയതാണ്. ഇപ്പൊ എങ്ങനെയാ ഇതും ശരത്ത് പറഞ്ഞ പോലെ മനസ്സിലുള്ള ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ആശയമാണോ വന്നത് കഥാപാത്രമായിട്ട്? ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളിത് റിയൽ ലൈഫിൽ അത്ര അങ്ങോട്ട് സ്ഥിരം കാണുന്നൊരു സംഭവമല്ല. അപ്പം നമുക്ക് ആ ക്യാരക്ടറിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റിയൽ ലൈഫിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ലായിരിക്കണം അവിടെ ബിഹേവ് ചെയ്യുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ പോകെ പോകെ യൂസ് ടു ആയി. ഇപ്പൊ അതൊരു ഇഷ്ടപ്പെട്ടു അല്ലെ? 2 കല്യാണം കഴിച്ചപ്പോൾ ഒരു സ്വസ്ഥമായി, സുഖമുണ്ട്. അതാണ് മൂപ്പർക്ക്. അത് തുടർന്ന് പോയപ്പോ പുള്ളിക്ക് ഒരു സ്വസ്ഥത, സുഖം. അപ്പൊ ഇത് യാഥാർത്ഥ്യങ്ങളായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പോലും താങ്കളെ ഒരു അഭിനേതാവ് നിലയിൽ താങ്കൾക്കത് ഇഷ്ടമായിരിക്കണം ഇപ്പൊ? അങ്ങനല്ല, അതൊരു ചലഞ്ചിങ് ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അല്ല ഒന്നും കൂടി കേട്ടോ, വളരെ ചലഞ്ചിങ് ആവുന്നു. ആക്ച്വലി സീരിയൽ അനുസരിച്ചാണെങ്കിൽ 3 നായികമാരായിട്ടുണ്ട്. അപ്പൊ 3 പേരെ കിട്ടിയിട്ടുള്ളത് പോലെയാണ്. ഇപ്പൊ മുമ്പോട്ട് പോകുന്നു. അതാണ് കിഷോറെ, താങ്കള് പിന്നെ വളരെ രസകരമായ നർമ്മം വിതയ്ക്കുന്ന പല പ്രോജക്റ്റുകളിലെയും ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. ഒരു പക്ഷേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു മലയാളത്തിൽ, വളരെ സറ്റയറായിട്ടുള്ള സീരിയലുകൾക്കൊരു പ്രസക്തി. നമ്മൾ ഓരോ ദിവസവും നമ്മൾ മുന്നിൽ കാണുന്ന സംഭവങ്ങളെ സറ്റയറിക്കലായിട്ട് ഒരുപക്ഷെ അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറെ പരിഹസിക്കുന്ന രീതിയിൽ, അതേസമയം നമ്മുടെ മനസ്സിലേക്ക് കുറെ ചിന്തകൾ വിതറുന്ന രീതിയിലുള്ള പല പക്ഷെ അതൊക്കെ പലപ്പോഴും ഈ പ്രളയത്തിൽ ഈ ഭീകര താണ്ഡവത്തിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. എന്താണ് കിഷോർ? അങ്ങനെയുണ്ട്. ഈ നമുക്ക് ബേസിക്കലി വലിയൊരു സ്വഭാവം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കുറ്റം പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഒരു വലിയ രസകരമായ ഒരു ഇതാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിതത്തിൽ, അതായത് ഞാൻ നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ സീരിയലുകൾ ജീവിതവുമായി ബന്ധമില്ല എന്ന് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പ്രശ്നം തീരും. ഇത് രണ്ടും രണ്ടാണ്. നേരത്തെ മാഡം പറഞ്ഞ പോലെ ഈ കല സമൂഹത്തിനുള്ളതാണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഒരിക്കലും ഇല്ല. കാര്യം കല കലയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞത് EMS. കല കലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, കല സമൂഹത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ കണ്ട് നന്നായി ഒരു 10 പേരുടെ പേര് പറഞ്ഞു. എന്താണ് സമീറ കല കലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? ഇപ്പൊ പറഞ്ഞ 3-4 ഭാര്യയൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ സാരമില്ല, അതൊക്കെ നിയമപരമാണെന്ന് വരെ വിശ്വസിച്ച് കാണുന്നവരുണ്ട്. നമ്മൾ ഈ സീരിയലിലെ ഏറ്റവും വിയേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാളും വിയേർഡസ്റ്റ് സിറ്റുവേഷൻസ് റിയൽ ലൈഫിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ 3 ഭാര്യമാരുള്ള ഭർത്താവിനെയോ അല്ലെങ്കിൽ കാമുകനെയോ ഇഷ്ടപ്പെടുവാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഞാൻ നോക്കിക്കണ്ടത്, ഒരേ സമയം തന്നെ 3 പെൺകുട്ടികളുടെ ഒരു 3 അവസ്ഥ ഒറ്റ സമയത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഭാര്യ, ഒരു കാമുകി, അല്ലെങ്കിൽ വേറൊരു ഭാര്യ, ഈ 3 പേരും ഒറ്റ ഫ്രെയിമിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ 3 സോപ്പ് ഫ്രീ എന്ന് പറയൂലേ, അറ്റേ ടൈമിൽ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഈ മലയാളിക്ക് കിഷോർ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ തന്നെ സമൂഹത്തിനെ നോക്കി കൊഞ്ഞണം കുത്തലല്ലേ ഞാൻ പറഞ്ഞില്ലേ? മൂപ്പരുടെ ഇഷ്ട വിനോദം എന്ന് പറഞ്ഞാൽ കൊഞ്ഞനം കുത്തലാണെങ്കിൽ പുള്ളിക്ക് ഇതിന്റെ കുഴപ്പം, അതാണ് മൂപ്പർ ചോദിക്കുന്നല്ലേ? അല്ല, ഞാനങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന വളരെ നർമ്മപ്രധാനമായ സംഭവങ്ങളും എല്ലാം നമ്മൾ ഉറക്കെ വിളിച്ചു പറയാൻ നമ്മളെ കൊണ്ട് ഒരു ചോദ്യം. താങ്കൾ വളരെ സീനിയർ ആയിട്ടുള്ള ആള്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കണമെന്ന് നമ്മൾ ശഠിക്കാറുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു കുട്ടി ഒരുപക്ഷെ ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു കുട്ടിക്ക് ഒരു സഹായം വേണം ചെയ്തു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സാമൂഹിക തലത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ കിഷോറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും വേണ്ടതില്ല. എന്റെ അഭിപ്രായത്തിലേ കിഷോറും ഈ അഡ്വക്കേറ്റ് സമീറെ പറഞ്ഞതും രണ്ടും സത്യമാണ്. അതിനെ കൂട്ടി യോജിപ്പിക്കുക, അത് 2 രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രണ്ടും സത്യമാണ്. കാരണം സമീറ ഉദ്ദേശിച്ചത്
ഒരു പ്രതിബദ്ധത എന്ന് ഉദ്ദേശിച്ചത് കലയോടുള്ള പ്രതിബദ്ധത തന്നെയാണ്. അത് തന്നെയാണ് സമൂഹത്തിനുള്ള പ്രതിബദ്ധത. കല എന്തിനുള്ളതാണ്? കല ഉണ്ടായത് തന്നെ സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും ആസ്വദിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. എന്റർടൈൻമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രതിബദ്ധത ഇൻഡ്യൂസ്ഡ് ആണ്. അദ്ദേഹം പറഞ്ഞത് പ്രതിബദ്ധത എന്ന് പറഞ്ഞത് കലയോടുള്ള പ്രതിബദ്ധത. രണ്ടും ശരിയാണ്. ഏത് സബ്ജക്റ്റ് നമുക്ക് കലയാക്കാം. ഒരു മർഡർ കലയാക്കാം, ഒരു ബലാത്സംഗം. ഇപ്പൊ സഹശയനം എന്ന് പറഞ്ഞ യാസുനാരി കവാബത്തയുടെ ലോകപ്രശസ്തമായ നോവൽ, ജാപ്പനീസ് നോവൽ സഹശയനം. കുറെ ഉറങ്ങിക്കിടക്കുന്ന കന്യകകളായിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ രാത്രിയിൽ പേ ചെയ്തിട്ട് ആൾക്കാർ വന്ന് കിടന്നുറങ്ങുന്നതാണ്. കിടന്നുറങ്ങുക മാത്രമേ പാടുള്ളൂ. സുന്ദരികളായിട്ടുള്ള ഈ കന്യകകളായിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ കിടന്നുറങ്ങുന്നത്. ഇതാണ് ആ നോവൽ. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വളരെ 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 ക്ഷോഭത്തോടുകൂടി ആ നോവൽ വായിച്ചു തീർക്കാൻ പറ്റും. അതിമനോഹരമാണ്. അതുപോലെ തന്നെ ലോകപ്രശസ്തമായ പല സിനിമകളും എടുത്തു പറയാനായിട്ടുണ്ട്. മാധവൻകുട്ടി, അതൊക്കെ താങ്കൾ പറഞ്ഞ വളരെ ഇങ്ങനെയുള്ള ഒരുപാട് തീമുകൾ ഇപ്പൊ ഉദാഹരണം ഞാൻ ഒരു സംഭവം പറയാം. ഈ സീരിയലിൽ ഒരു സംഭവം പറയാം. ഈ അടുത്ത കാലത്തുണ്ടായ സീരിയലിലെ ഏറ്റവും ടോപ്പ് റേറ്റ് ആയിട്ടുള്ള സീരിയലിലെ ഒരു ഒറ്റ സീൻ പറയാണ്. ഒരു ഡൈനിങ് ടേബിളിൽ കുറെ ആൾക്കാരെല്ലാം ബന്ധുക്കളിലായിരിക്കുന്നു. നായിക അതിലുണ്ട്. അപ്പൊ നായിക അന്ന് വരെ വളരെയേറെ പീഡനം സഹിച്ചൊരു പെൺകുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അവരുടെ നല്ല കാലമാണ്. ഇപ്പൊ അവർ ഡോമിനേറ്റ് ചെയ്യാണ്. അപ്പൊ അവർ വില്ലത്തിയോട് പറയുന്നു, പോയി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറയുന്നു. വില്ലത്തി പോയി വേഗം പോയി ദോശ ഉണ്ടാക്കിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി. അപ്പൊ ഈ ദേഷ്യം ഇവള് ദോശ തിന്നാനുള്ള ദോശയാണല്ലോ നേരത്തെ കാർക്കിച്ച് തുപ്പിയിട്ടാണ് ഈ ദോശ കൊണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ ഈ ജ്ഞാനദൃഷ്ടിയുള്ള ഈ നായിക അത് മനസ്സിലാക്കുന്നു. ഏതാ ഇങ്ങനെ ആയിരിക്കാം അവൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവളുടെ ഭർത്താവിന് തന്നെ ഇവള് വെച്ചു കൊടുത്തിട്ട് ചേട്ടൻ ഇത് കഴിക്കൂ എന്ന് പറയുന്നു. ചേട്ടൻ വളരെ രുചിയോടുകൂടി നായിക തുപ്പിയ കഫം അകത്താക്കുന്നു. അപ്പൊ കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ജുഗുപ്സ എന്താന്ന് നമുക്ക് ആലോചിക്കാം. ഇത് തന്നെ വേറെ മനോഹരമായ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചു. അല്ല, ഇത് വളരെ ഈ ഒരു സീൻ ഭയങ്കരമായിട്ട് റേറ്റിംഗ് കൂട്ടിയെന്നാണ് എന്റെ പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇതിന്റെ വില്ലൻ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരുമല്ല. ഇവരെല്ലാം ഇരകളാണ്. ഇവർ ജീവിക്കാൻ വേണ്ടിയും നമ്മുടെ കല പറഞ്ഞു കേട്ടില്ല, എന്റെ മനസ്സിലെ കല പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ അവസരം തേടി ആവിഷ്കാരത്തിന് വേണ്ടി നടക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതെ, ഇതിന്റെ വില്ലൻ എന്ന് പറയുന്നതിൽ ബിസിനസ് ചെയ്യുന്ന മാർക്കറ്റുകാരാണ്, മാർക്കറ്റിംഗ് വിദഗ്ധരാണ്. ഇവരെന്ത് ചെയ്യും? ഇന്ന പാറ്റേണിൽ പോകണം, ഹാബിച്വേറ്റഡ് ആക്കി എടുക്കുകയാണ്. ബലാത്സംഗം, കള്ളൂടി, മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഹാബിച്വേഷൻ ഉണ്ടാക്കി എടുത്തിട്ട് റേറ്റിംഗ് നിലനിർത്തുകയാണ്. ഇതിന്റെ സാച്ചുറേഷൻ പോയിന്റ് മാറ്റം വരും. സുചിത്ര, താങ്കൾ നിത്യജീവിതത്തിൽ ഈ ടെലിവിഷനിൽ കാണുന്ന പോലത്തെ വില്ലത്തരമൊക്കെ ഉള്ള ആളാണോ? ആരെങ്കിലും ഈ സുചിത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സുചിത്ര നല്ല കുട്ടിയാണോ അതോ ഈ ടി കാണുന്ന പോലെയാണോ? ഈ കുട്ടി ഒരു കൊച്ചുകുട്ടി എത്ര കാലമായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച എന്റെ സീരിയലില്ല, വലയം എന്ന് പറഞ്ഞ ഞാൻ ആദ്യം ഡയറക്ട് ചെയ്ത സീരിയൽ. രാശിയായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, ഇപ്പൊ എനിക്ക് ഈ ഫ്രൈമിൽ കാണുമ്പോൾ പേടിയാവും ഈ കുട്ടിയെ. കാരണം ഇതിന്റെ പോലെ ഈ പരിപാടിക്ക് ശാന്തിവിള ദിനേശനെ വിളിച്ച സമയത്ത് സുചിത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരാൻ വൈമുഖി കാണിച്ചാലാണ്. അത്രയൊന്നും വേണ്ടിയിരുന്നു, അത്രയൊന്നും ഭയക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയാം? എന്റെ വീട്ടില് എന്റെ ഭർത്താവ്, എന്റെ കുട്ടികൾ, എന്റെ ബന്ധുക്കൾ മാത്രമേ ഉണ്ടാകാവൂ. പക്ഷെ അടുത്ത വീട്ടിലെ അവൾക്ക് രണ്ട് ഭർത്താവ് അല്ലെങ്കിൽ ഒരുത്തൻ രാത്രി ഒളിച്ചുകാടി വരുന്നവനുണ്ടെങ്കിൽ ആസ്വദിക്കാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നന്നായിട്ട് സീരിയലുകാർ വിറ്റെടുക്കുന്നത്. ഈ കണ്ടോണ്ടിരിക്കുന്നവർക്കും അത് ഇഷ്ടമാണ്, കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം. സീരിയൽ കൾച്ചറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു മാറ്റം വരണമെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ആളുകളുടെ, അത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 40% എങ്കിലും ഇത് കാണുന്ന വളരെ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന അത്തരം വീട്ടമ്മമാരുടെ അഭിരുചികളിൽ മാറ്റം വന്നാൽ മാത്രമേ. അഭിരുചികളിലേക്ക് നിങ്ങൾ ഒരു ഇഞ്ചക്ഷനും കൂടി വെച്ച് കൊടുക്കുന്നില്ലേ? ഒരു രസത്തിന്റെ ഇഞ്ചക്ഷൻ. അതാണ് മാർക്കറ്റിംഗ്. ഓഡിയോയും കൂടെ വരണായിരുന്നു. ഗംഭീര ഇതാണ് ഈ അഡിക്ഷൻ. അപ്പം ഈ എനിക്ക് തോന്നുന്നു സുചിത്രയാണോ അപ്പുറത്തേക്ക്? നല്ല സുചിത്രയൊക്കെ സംഗീതയുടെ ഒരു ചോദ്യം ചോദിച്ചു. സംഗീത പറഞ്ഞ പോലെ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, ഇതൊരു ബിസിനസ് ആണ്, മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ എല്ലാം മക്കളെ ഈ സീരിയൽ കാണിക്കാറുണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ ശരത്തിനോട് എല്ലാവരോടും ചോദിക്കാം. ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ എന്റെ മക്കളെ കാണാൻ പറ്റുന്ന സീരിയല് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ സംഗീത പറഞ്ഞ എന്താ ആവശ്യമുള്ളവര് മാത്രം കാണുക, അല്ലാത്തവരുടെ കയ്യിലാണ് ചുമന്ന ബട്ടൺ. ആ ബട്ടൺ നമുക്ക് ടി വി അങ്ങ് ഓഫ് ആവും, വേണ്ടാത്തവര് കാണണ്ട. ഓക്കെ, ഇത് വളരെ വലിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അപ്പോൾ മലയാള സീരിയൽ രംഗത്തെ വളരെ പ്രബലനായിട്ടുള്ള ശരത് ദാസ്
അതായത് മക്കൾക്ക് കാണാൻ കഴിയുന്ന സീരിയലുകൾ മാത്രമേ ഞാൻ മക്കളെ കാണിക്കാറുള്ളൂ. തീർച്ചയായും ഓരോ മലയാളിയും എന്ത് പറയണം മോനെ? ഞാൻ മലയാളിയിലുള്ള ഓരോ മലയാളിയും തീരുമാനിക്കണം കാണിക്കാൻ പറ്റാവുന്ന സീരിയലെ കാണിക്കാവൂ എന്ന്. ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യമാണ്. ചോദിച്ചു. ഇവിടെ പറയുന്നുണ്ട് ഈ മലയാളിയുടെ പ്രവണത മാറണമെന്ന്. പക്ഷെ നിങ്ങൾ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഓഫാക്കൂ? നിങ്ങളുടെ കയ്യിൽ ചുമന്ന ബട്ടൺ ഓഫാക്കൂ. ഓഫാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ സ്വാതന്ത്ര്യമാണ് ഞാൻ എടുക്കുന്നത്. ഒരു മലയാളിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ എടുക്കുന്നത്. എന്റെ മക്കൾ ഈ സീരിയൽ കാണരുത്, ഇന്ന സിനിമ കാണരുത്, ഇന്ന സീൻ കാണരുത് എന്ന് ഞാൻ തീരുമാനിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ, എന്റെ അമ്മ ഉൾപ്പെടെ, അവരത് കണ്ടത് അഡിക്റ്റഡ് ആയിപ്പോയി. അവർക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം ഇത് കണ്ട് നിങ്ങളെ പോലുള്ള ക്യാരക്ടേഴ്സിനെ കണ്ട് അവർ അത് ആസ്വദിക്കുന്നവരാണ്. അവർക്ക് അത് ഒരിക്കലും മാറ്റമില്ല. അവിടെ നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതായത് ഇത് ചെയ്യണോ ചെയ്യണ്ടേ, അതല്ല ക്യാരക്ടേഴ്സിന്റെ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരിക എന്നുള്ളതാണ്. നമ്മുടെ ഒരു വില്ലത്തിയോടെ കിടപ്പുണ്ട്. സുചിത്ര പറഞ്ഞിട്ട് പോവാം. സുചിത്ര, ഇത് ഈ പറഞ്ഞ ശാന്തിവിള ദിനേശ് എന്നുള്ള ആള് സുചിത്രനെ നല്ല രൂപത്തിലാണ് ഈ സീരിയലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ പാവാടി ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് പട്ടുപാവാട കൊടുത്തിട്ട് നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പോ അയാളും അയാളുടെ അമ്മാവിയോ അമ്മയെന്ന് അറിയില്ല, അത് ഒരു വേറെ ആളും കൂടെ ഉണ്ട്, ഒരു തടിച്ചാളും കൂടെ. അവർ രണ്ടുപേരും കൂടി ഒരു കൊച്ചു കുട്ടിയെ എടുത്തിട്ട് ഹരാസ് ചെയ്ത് ഈ സുചിത്രയുടെ കണ്ണ് കാണുമ്പോൾ പേടിയാവും. എന്നാൽ ഒരു ദൈവിക വേഷം ചെയ്തിരുന്നു, അതോ ദേവിയുടെ. അത് കണ്ടപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന കുട്ടി എന്ത് രസമായിട്ട് ദേവിയായിട്ട് അഭിനയിക്കുന്നു എന്ന് തോന്നി. പക്ഷെ ഈ പറഞ്ഞ സീരിയലിൽ നിൽക്കുന്നതാണോ പേടിയാവും. ഈ ദേവി തന്നെ ഭദ്രകാളിയായി. എന്താണ് സുചിത്ര ഇത് ആഗ്രഹിച്ചതാണോ എന്താണ്? അതേ ഒരു ആർട്ടിസ്റ്റിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പുരാണ കഥാപാത്രങ്ങൾ എല്ലാം നല്ലതല്ലല്ലോ, അവരെയൊക്കെ കൈനീട്ടി എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ ജീവിതത്തില് പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് മാത്രം ആരും അംഗീകരിക്കുന്നില്ല. അത് വിഷ്വലില് കൂടെ കാണിക്കണം. ഇന്നത്തെ മലയാള കുടുംബ പശ്ചാത്തലത്തിൽ അതൊരു യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണോ ചോദിച്ചാൽ പലയിടത്തും കുട്ടി രണ്ടാമത് വരുന്ന കുട്ടി, അതായത് രണ്ടാമത്തെ വരുന്ന ഭാര്യ വേറൊരു കുട്ടി, ഭർത്താവിന് വേറൊരു കുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവില്ല. പലയിടത്തും അംഗീകരിക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് വിഷ്വലി കാണിക്കുമ്പോൾ അത് വിഷ്വൽ ആർക്കും അംഗീകരിക്കാൻ വയ്യ. റിയൽ ലൈഫിൽ എല്ലാവരും അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതില് സുചിത്ര നായർ എന്ന് പറഞ്ഞ ഒരു അഭിനേത്രിയുടെ പരിധിയും പരിമിതിയും നമുക്ക് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ അല്ല, അവർക്ക് റോൾ കുറവാണ്. കാരണം അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഭംഗിയായിട്ട് ചെയ്യുന്നു. ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും റോൾ കുറവാണ്. അല്ലല്ല, ആ സ്ക്രിപ്റ്റ് എഴുതുന്ന പള്ളാശ്ശേരി എന്റെ അടുത്ത സുഹൃത്താ. പള്ളാശ്ശേരിയെ പോലെ ഒരു സാധികനായ മനുഷ്യയില്ല. ആ മനുഷ്യനാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത്. അപ്പൊ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഈ ശാന്തിവിള ദിനേശ് തന്നെയാണ്, മൂപ്പരുടെ ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞെ, തിരുക്കഥാകൃത്തിനെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ സംഗീതം പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് സംഗീതം ഇതുപോലൊരു ഷോയിൽ വെച്ച് തിരക്കഥാകൃത്തുക്കളെ മാബോധ ചൂടം തരുന്നു. ദേവി ഇവിടുത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയാ, എത്ര ആൾക്കാരുടെ മനസ്സ് ഈ പറഞ്ഞ ഈ അമ്മ ഈ പറഞ്ഞ എന്താ പാരിജാതം സീരിയലിലെ പോലെ തന്നെ വാനമ്പാടിയിലെ ചിപ്പി ചേച്ചി എന്ന പോസിറ്റീവ് കഥാപാത്രത്തെയും ദേവി ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. എനിക്കും ചെയ്യുന്നത് ദേവി. സുചിത്രയുടെ വില്ലത്തിക്ക് ശബ്ദം കൊടുക്കുന്നത് ദേവിയാണ്. വല്ല ട്രിക്കെല്ലാം ഉണ്ടോ? വല്ല എന്തെങ്കിലും തരത്തിൽ പ്രത്യേകമായ വല്ല മോഡുലേഷന്റെ വല്ല സംഭവം ഉണ്ടോ? വില്ലത്തിക്ക് വേണ്ട ശബ്ദവിന്യാസത്തിന് പ്രത്യേകത ഉണ്ടോ? അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. മോഡുലേഷൻസ് നമ്മൾ അപ്പൊ അപ്ലൈ ചെയ്യുന്നതാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന മോഡുലേഷൻസ് ആണ്, അല്ലാതെ ട്രിക്സ് ഒന്നും ഇതിലില്ല. ഇല്ല. പക്ഷെ ഈ കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കണം അല്ലേ? തീർച്ചയായിട്ടും വേണം. നമ്മൾ ആ ക്യാരക്ടർ ഇങ്ങനെ ഡീപ്പായിട്ട് ചെന്നു എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. ചിലപ്പം ഒരു മരണ സീൻ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും പിരിയുന്ന സീന് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പം നമുക്ക് ഉള്ളിൽ തട്ടിക്കരയുന്നുണ്ട്. ദേവിയെ കുറിച്ച് ഒരാൾ പറഞ്ഞു കേട്ടു, ചില കുടുംബ സദസ്സുകളിൽ ദേവി ഇന്ദ്രേട്ടാന്ന് വിളിക്കുമ്പോൾ പലർക്കും എന്താണ് കുളിര് കോരിയിടും. അത് യൂട്യൂബിൽ വന്ന ഒരു കമന്റ്. കുളിര് ഒന്ന് വിളിച്ചു നോക്കട്ടെ ആൾക്കാർക്ക്, ഇവിടെ ഉള്ളവർക്ക് ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. ശരി, എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. അത് ഒന്ന് ഞാൻ പറയാം. ഈ ഇന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഈ കുട്ടി വളരെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം ഈ കുട്ടി കല്യാണം കഴിക്കുകയും കല്യാണത്തിന് ശേഷമുള്ള ഒരു റൊമാൻസ് ആണ് അവർ അതിൽ കാണിക്കുന്നത്.
അപ്പം അതിനിടയിലെ പിണക്കങ്ങളും പരിഭവങ്ങളും നമ്മൾ സാധാരണ കാണുന്ന പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെയാണ് അതിനകത്ത് ഷോക്കേസ് ചെയ്യുന്നത്. അത് ഞാൻ ഡബ് ചെയ്ത ഏതോ ഒരു സീനിൽ ഏതോ ഒരാൾ കമന്റ് ചെയ്തതാണ്, സ്വാസികയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, ദേവി ചേച്ചി ഇന്ദ്രേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ എന്തൊരു സുഖമാണ് ഒരു കമന്റ് വന്നു. അത് ഏത് എപ്പിസോഡിൽ ഞാൻ എങ്ങനെ വിളിച്ചു എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. വെറുതെ ഒരു ഇന്ദ്രേട്ട ഇപ്പൊ വേണമെങ്കിൽ വിളിക്കാം. ഇന്ദ്രേട്ട കാലമായിട്ട് സീരിയലുകൾ പൂർണ്ണമായും കാണുന്നില്ലെങ്കിൽ ഭാഗികമായി കാണുന്ന ഒരു വ്യക്തി എന്നതിൽ ഞാൻ പറയുന്ന ഒരു നല്ല സന്ദേശം പല സീരിയലിൽ നിന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു നല്ല സന്ദേശം ലഭിക്കുന്നില്ല. അതെ, അതിന് ഒരു മറുപടി ഞാൻ പറയാം. അതായത് നല്ല സന്ദേശമില്ല. അതെ, ആ സന്ദേശത്തിന് പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ നടൻ ശ്രീനിവാസൻ പറയുന്ന ഒരു കമന്റ് ഉണ്ട്. നമ്മൾ തിയേറ്ററിൽ കയറി ഇരിക്കുമ്പോൾ ഇരിക്കുന്ന 1000 ഓഡിയൻസും അതിൽ അഭിനയിക്കുന്ന നായകനും നായികയ്ക്കും അറിയാം ഈ AK-47 പിടിച്ചോണ്ട് നടക്കുന്ന വില്ലൻ പടം തീരുന്നതിന് 3 മിനിറ്റ് മുമ്പ് ചത്തു. ആകെ അറിയാത്ത ഒരൊറ്റ ആളിനാ ഈ AK-47 പിടിച്ച് കിടക്കുന്ന ബാലകൻ നേരെ പോലുള്ള ആളിന് മാത്രമേ അറിഞ്ഞാതുള്ളൂ ചാവുന്നു. ഇത് കണ്ടു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇല്ല, അറിയില്ല. അതുകൊണ്ടാണല്ലോ ഈ ആർത്ത് അട്ടഹസിച്ച് ഈ തോക്കുമായിട്ട് നടക്കണം. പടം തീരുന്നതിന് 3 മിനിറ്റിന് മുമ്പ് ഇയാളെ നായകൻ അടിച്ചു കൊല്ലും. ഇത് തന്നെയാണ് ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സീരിയൽ എല്ലാം. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് സർ നമ്മൾ ഇതെല്ലാം നന്മ തന്നെയാണ്. എല്ലാ സിനിമയുടെയും അവസാനം നന്മ തന്നെയാണ് ജയിക്കുന്നത്, തിന്മ തോക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, കഷ്ണം കഷ്ണമായിട്ട് അറുത്ത് സൂട്ട് കേസിലാക്കിയ പലയിടത്തും കൊണ്ടിടുന്ന എന്തെല്ലാം പരിപാടികൾ കേരളത്തിൽ നടക്കും. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഗുണ്ട കേരളത്തിലാണ്. ഒരു സീരിയലും കണ്ടിട്ടല്ല ആ വനിതാ ഗുണ്ട ഉണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മുടെ സീരിയലുകളിൽ ഗുണ്ടകൾ തന്നെയാണ്. അത് വന്നപ്പോ അപ്പോഴാണ് മനസ്സിലായ വനിതാ ഗുണ്ടയെ ഉണ്ടാക്കാവുന്നു. കാരണം ഒരാൾ ജീവിതത്തിൽ റിയാലിറ്റിയിൽ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ഉണ്ടായ സംസ്ഥാനം അത് വെച്ചാണ് പിന്നെ അടുത്ത് എഴുതുന്നവൻ അത് വെച്ച് എഴുതും. അപ്പൊ അത് എഴുതി സാറേ എന്ത് പറ്റി? ഇത് കാണുന്ന സ്ത്രീകളിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റി സാധനം വരുന്നത് ഒരാളിന്റെ മനസ്സിനുള്ളിലാണ്. അപ്പൊ അത് മാറേണ്ടത് ആ ആളാണ്. ഒന്നിനും അതിന് ആരെയും ഒന്നും ആ പറയുന്നതിനോട് യാതൊരു 2.5 കൊല്ലമായി വില്ലത്തിയായി അഭിനയിക്കുന്ന സുചിത്ര എന്നേ ഗുണ്ടാലിസ്റ്റിൽ പെട്ടല്ലേ? ഇത് നമ്മളിനകത്ത് ഇത് പ്രശ്നം നമുക്കാണ് സാറേ. നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ ചിന്തയാണ്, നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. ഞാൻ ഉറക്കെ വിളിച്ച് പറയും. കാരണം നമ്മളെ അനിയൻ പറഞ്ഞു ഇത് നിർത്താൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു കല്യാണത്തിന് സദ്യ ഉണ്ടാൻ പോകുമ്പോൾ ഒരു 25 കറി ഉണ്ടെങ്കിൽ 25 അനിയൻ കഴിക്കുമോ? നല്ലതേ കഴിക്കൂ. അത് തെരഞ്ഞെടുക്കാനുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇത് മാത്രമേ ഞാൻ പറയുള്ളൂ. കിഷോറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, കിഷോറിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ലേ? നല്ല നല്ല നടന്മാരുടെ അഭിനയം അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല? തീർച്ചയായിട്ടും. കിഷോർ പറയുന്ന പോലെ ഇവിടെ ചിലർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പോലെയും ഇതൊന്നും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അത് ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി മാത്രം കണ്ടങ്ങ് പോകുന്നതാണ്. അത്രേ ഉള്ളൂ. ആണോ? ഒരു കാര്യം, ടെക്നോ പാർക്കിലെ ഒരു പെൺകുട്ടി മകളും ഭർത്താവും ഒക്കെ ഉള്ള ഒരു കുട്ടി വേറൊരാളുമായിട്ട് സ്നേഹമായി അയാളോടൊപ്പം ജീവിക്കാൻ പോയിട്ട് വേണ്ടി ആ കാമുകൻ എന്ന് പറഞ്ഞ ആള് വീട്ടിൽ വന്ന് അവരുടെ കുട്ടിയെയും അവരുടെ അമ്മയെയും കൊന്നു. ഏത് സീരിയലിൽ വന്നിട്ടുണ്ട്? പല സീരിയലും ഇല്ല. ഞാൻ പറയുന്നു ഒരൊറ്റ സീരിയലിൽ ഇതുപോലുള്ള സീക്വൻസ് വന്നു. ദിനേശ് അങ്ങനെ പറയരുത്. എന്താ കാരണം വെച്ചാൽ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പല വലിയ ക്രിമിനൽ സംഭവങ്ങളുടെയും എന്താ പറയാ അതിന്റെ നാൾ വഴികൾ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ എവിടെയോ എങ്ങനെയൊക്കെയോ ചില ദൃശ്യങ്ങൾ മനസ്സിൽ പതിഞ്ഞു കിടന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അമർരാജൻ എങ്ങനെയാ ഇത് വളരെ ഇനോക്കസ് ആണോ, നിഷ്കളങ്കമാണോ? എന്താ കാരണം വെച്ചാൽ ഞാൻ 7 മുതൽ 8 വരെ ഈ സീരിയൽ കാണുന്നു, കണ്ടു കഴിയുന്നു, നമ്മുടെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബോർഡിൽ എഴുതി രംഗം മായ്ച്ചു കളയുന്നു, നമ്മൾ പോകുന്നു. ഇങ്ങനെ അത്ര നിസ്സാരവും നിഷ്കളങ്കവുമായ ഒരു പ്രക്രിയയാണോ വ്യൂവിംഗ് എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. കാരണം ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള നിരവധി പഠനങ്ങളുണ്ട്. ഈവൻ യുനെസ്കോയുടെ തന്നെ വലിയൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള സ്റ്റഡി തന്നെയുണ്ട്. ഈ സീരിയൽ കാണുന്നതും സിനിമ കാണുന്നതും അത് എങ്ങനെ ഒരു റിയൽ ലൈഫിൽ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളത് വളരെയധികം പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് സൈക്കോളജിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രസിദ്ധമായ തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നൊരു തിയറി. ഇതിനകത്ത് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഇപ്പോൾ ഓരോ സീരിയലുകളിലും ഓരോ ആൾക്കാർക്ക് ഓരോ മോഡൽസ് കാണും. ഒരുപക്ഷെ അത് നായികയാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് വില്ലത്തിയാകാം. ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ഇവർ സ്വാഭാവികമായി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും തീർച്ചയായിട്ടും. മാത്രമല്ല വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിമോട്ട് ഓഫ് ചെയ്താൽ മതി എന്ന് പറയുന്നത്? ഇത് ശരിക്കും ഒരു സീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകന്റെ മുമ്പിൽ വരുമ്പോൾ അതൊരു ഫോഴ്സ്ഡ് ചോയ്സ് ആയിട്ടാണ് വരുന്നത്. അയാൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഇരിക്കുന്നതെങ്കിൽ
ഈ ചാനലിൽ നിന്ന് മാറ്റി അടുത്ത ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറത്തെ ക്രൂരതയായിരിക്കും അടുത്ത ചാനലിലോ. മത്സരമാണ് തീർച്ചയായിട്ടും. സുചിത്രമാര് അങ്ങോട്ട് വിളഞ്ഞാടുകയാണ് അവിടെ ഇവിടെയൊക്കെ. ഡിസ്കവറി ചാനൽ കാണാലോ, ജോഗ്രഫി ചാനൽ കാണാലോ. എന്താണെങ്കിലും ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വന്തം കുട്ടിയെ എല്ലാ സീരിയലും കാണിക്കും. അല്ല, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു ബുക്ക് സ്റ്റാളിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയാൽ നമ്മൾ അവർക്ക് വാങ്ങി കൊടുക്കുന്നത് മിൽസ് ആൻഡ് ബൂൺസ് ക്ലാസിക്സ് അല്ലല്ലോ, ട്വിങ്കിൾ ആയിരിക്കും, പൂമ്പാറ്റയായിരിക്കും. അതേ ഉള്ളൂ ഇവിടെ. പിന്നെ ചാനൽ മാറ്റാൻ പറയുന്നത് ഇത് അതൊരു ലോജിക്കേ അല്ല. എങ്കിൽ നിങ്ങൾ സിനിമ എടുക്കൂ, സിനിമ വേണമെങ്കിൽ പോയി കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്വീകരണ മുറിയിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന TV, അതുണ്ട്, കണക്ഷൻ എടുക്കണം, എല്ലാം ചെയ്ത് കറണ്ട് ബില്ലും പേ ചെയ്ത് വെക്കുമ്പോൾ ഒരിടത്ത് ഈ ചാനൽ മാറ്റിയാൽ അടുത്തടുത്തും അത് തന്നെ. ഞാൻ കണ്ടിരുന്നു, നേരത്തെ കണ്ടിരുന്നു സീരിയലുകൾ. അത് ഇതിന്റെ ഈ സംഭവം ഇങ്ങനെയാന്ന് കണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വേറെ കാര്യം, സമീറയുടെ ഹസ്ബൻഡ് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് സീരിയൽ അഭിനയിക്കുന്ന ആളാണ്. അത് പുള്ളിയുടെ പാഷനാണ്. അപ്പൊ മൂപ്പരുടെ അന്നം മുടക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. ഇതൊരു അന്നം ഒരുപാട് ജോലി എടുക്കുന്നതാണ്. ഇതിനകത്ത് ക്വാളിറ്റി ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. അല്ലാതെ നിർത്തിപ്പൂട്ടി പോകാൻ നമ്മൾ ആരും പറയുന്നില്ല. നിതിൻ എന്ന് പറയുന്നത് നിത്യകാമുകൻ അല്ലല്ലോ, രണ്ടുപേരുടെ ഭർത്താവ്. നിതിൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഈ മേഖലയായിട്ടൊന്നും യാതൊരു ബന്ധമില്ലായിരുന്നു. എങ്ങനെ വന്നിലേക്ക് ചാടി നിതിൻ? എനിക്ക് ചെറുപ്പം മുതലേ അഭിനയിക്കാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ അഭിനയിച്ച് ഇതിന് സീരിയൽ വരുന്നതിന് മുമ്പ് 2 സിനിമയാണ് ചെയ്തത്. ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നെങ്കിൽ പോലും വലിയ 2 സിനിമകളായിരുന്നു. അപ്പൊ അതില് എനിക്ക് അത്ര ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എനിക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും ഇപ്പൊ എന്താ ഇമ്പാക്ട്? നിതിൻ ഇപ്പം വളരെ സന്തോഷവാനാണ്. പുറത്തു പോകുമ്പോൾ ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അറിയോ? സിനിമയായിട്ട് കാണുന്നുണ്ടോ? ഇയാള് 2 വിവാഹം കഴിച്ചതിനെ കുറിച്ച് എന്താ കുട്ടിയുടെ അഭിപ്രായം? ഈ സീരിയൽ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതില് 2 കല്യാണം കഴിച്ച ആളാണ്. പിന്നെ അതിൽ എന്തൊക്കെയോ കുറച്ച് ഇമ്പാക്ട് ഞാനും കണ്ടിട്ടുണ്ട്, പരസ്യത്തിലാണെങ്കിലും. ഇതിനൊരു ഇമ്പാക്ട് കുടുംബ സദസ്സുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അല്ല, ആ കുട്ടി പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 2 കല്യാണം നടന്നിരിക്കുന്നത്. ഈ 2 കല്യാണം ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇവരാരും ചോദിക്കില്ല എന്തുകൊണ്ടാണ് ഒരു കല്യാണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ഇമ്പാക്ട് വേണമെങ്കിൽ ഒന്നിലേറെ വേണം. ഇപ്പം ഇപ്പൊ എനിക്കൊരു മോനുണ്ട്. ഞാൻ അദ്ദേഹത്തെ 2 വയസ്സ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോലെ TV കാണിക്കില്ലേ? ഞാൻ കാണിക്കാറുണ്ട്. എന്റെ ദൈവം, ഇഷ്ടമുള്ളത് മാത്രമേ കാണിക്കുള്ളൂ. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. എനിക്കൊന്ന് ഓരോ ഏജിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും. അപ്പൊ അവൻ നോക്കുമ്പോഴേക്കും അവന് പരസ്യങ്ങളായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ ഒരു പരസ്യത്തിന്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും അവന് ഇഷ്ടം. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി സീരിയൽ അധികം ഞാൻ കണ്ടിരുന്ന ഒരു മനുഷ്യനല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പം കാണുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലും ന്യൂസ് ഒക്കെ കാണാനായിട്ട് പ്രൊഫഷന്റെ ഭാഗമായിട്ടാണോ, ഇഷ്ടമുള്ളത് കൊണ്ടാണോ? അല്ല, ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് കാണണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് പറഞ്ഞോടും ഞാൻ യോജിക്കുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ മക്കളെ, ഞങ്ങള് ഇപ്പൊ ഇരിക്കുന്ന അങ്ങനെയല്ല സാർ, ഇതൊക്കെ ചുമ്മാ കണ്ടൊക്കെ പോവാ. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ മാധവൻകുട്ടി സാറാണെങ്കിലും ദിനേശ് ചേട്ടനാണെങ്കിലും ഒക്കെ ഇതിനേക്കാളും നല്ല മികച്ച സീരിയൽസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഡയറക്ടേഴ്സാണ് നമ്മൾ എല്ലാവരും. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, അത് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ വ്യക്തമാണ്. അപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരികയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാം മാറ്റി നല്ല കുടുംബ പ്രേക്ഷകർക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത സീരിയൽ നടത്താനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ഇനിയിപ്പോ നീ വെക്കണ്ട, ഇവിടെ വേറെ ഒരുത്തിണ്ടല്ലോ, അവള് വെച്ചോളൂ. പക്ഷേ എന്താ ചായ വെച്ചോ നീ? ഓ, ഇനിയിപ്പോ ഞാൻ തന്നെ ചായ വെക്കണം. എന്താ നിനക്ക് ചായ വെച്ചാൽ നിനക്കറിയില്ലേ? ഓ, ഞാനില്ലേ? ഇനിയിപ്പോ എനിക്ക് വീട്ടിൽ ചായ ഇട്ട് തരാൻ ആരുമില്ലേ? ഇത് ട്രോളാണ്. എന്താ കാരണം വെച്ചാല് നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുകയും നമ്മുടെ ഭാവചേഷ്ടകളൊക്കെ എങ്ങനെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അതിഭാവുകത്തിന്റെ തലം എപ്പോഴും സീരിയലുകളുണ്ട്. എപ്പോഴും ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഡോസേജ് നമ്മൾ കൊടുക്കുക. വളരെ ശരിയാണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ കഥകൾ, സിറ്റുവേഷൻസ്, നമുക്കത് തീർച്ചയായിട്ടും എന്താണെങ്കിലും എടുക്കാം. ഈ പറഞ്ഞ മർഡറായാലും ബലാത്സംഗമായാലും ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും കലയുടെ ഒരു ഹവ്യമാണത്. പക്ഷേ
ഹൗ യു ട്രീറ്റ് എന്നുള്ളതാണ്. ഇപ്പം ഒരു മനുഷ്യൻ കരയുമ്പോൾ ചിലർ ദുഃഖം വന്ന് ഭാര്യ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിക്കുന്ന സമയത്ത് ചിലർ കരയാറില്ല, കണ്ണുനീര് വരില്ല, നിശബ്ദനായിരിക്കുകയുള്ളൂ. ചിലർ ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ അയാൾ കരയാൻ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കമലഹാസൻ്റെ ഒക്കെ ചില വേഷങ്ങൾ, ശിവാജി ഗണേശൻ്റെ ഒക്കെ ചില വേഷങ്ങൾ നമുക്കറിയാം. ഇതുപോലെ വളരെ വ്യത്യസ്തമായ ഡയമെൻഷനിലൂടെ അവതരിപ്പിക്കുക, അതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. ഈ സീരിയലിൽ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഒരിക്കലും ഒരു സംഗതി ആകുന്നില്ല. ഇത് ഒരേ പാറ്റേണിൽ പോവുകയാണ്. ഇപ്പോൾ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ നോക്കി എപ്പോഴും മൂക്കി വീർപ്പിക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണ് വീണ്ടും അതിനേക്കാൾ കുറച്ചുകൂടി വീർപ്പിക്കുന്നു, അപ്പുറത്തെ ഒരാൾ കണ്ണ് വീർപ്പിക്കുന്നു, പിന്നെ ഒരാൾ കൈയും കാലും ഇട്ട് അടിക്കുന്നു. ഇങ്ങനെ ഈ ഒരുപാട് എക്സാജറേഷൻ കാണിച്ചിട്ട് പ്രേക്ഷകനെ ഇങ്ങനെ വലിച്ച് കഴുത്തെ പിടിച്ച് ഞെക്കി പിടിച്ചിരുത്തുന്ന പോലുള്ള ശ്രമങ്ങളാണ്. ഇവരാരും അതിനകത്ത് കുറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവരൊക്കെ ഹൈലി ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാം കുറ്റക്കാരെന്ന് പണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സംഗീതയുടെയൊക്കെ പെർഫോമൻസ്, സംഗീതയുടെയൊക്കെ കഴിവുകൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണിത്. അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന വില്ലത്തി എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പേ തമാശയൊക്കെ പറഞ്ഞല്ലോ, ഉണ്ടാക്കി വിട്ട മാലാഖയാണ് പിന്നീട് വില്ലത്തിയായത്. ആ മാലാഖയെ ഞാൻ മാലാഖയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞല്ലോ ദേവിയുടെ വേഷത്തിൽ വന്നു എന്ന് ശാന്തിയോട് പറഞ്ഞില്ലേ, ഞാൻ അവരെ ദേവിയുടെ വേഷമാണ് കൊടുത്തത്. അതിമനോഹരമായിട്ട് അവർ പെർഫോം ചെയ്തു. അപ്പൊ കലാകാരന്മാരെ നമുക്ക് ഒരിക്കലും അതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ കൊടുക്കുന്ന ഓവർ ഡോസ്, ഈ ആദ്യം നമുക്ക് ഒരു കഞ്ചാവ് കൊടുത്തു, പിന്നെ അതിനേക്കാൾ മുമ്പ് ഹാഷ് കൊടുത്തു, പിന്നെ നമുക്ക് ഇതൊന്നും ഏക്കത്തില്ല, പിന്നെ എന്ത് വേണം, പാമ്പിനെ കൊണ്ട് കൊത്തിക്കാം. അങ്ങനെ പാമ്പിനെ കൊണ്ടുള്ള കൊത്തലാണ് ഇത്. നേരത്തെ സംഗീത പറയാൻ ശ്രമിച്ചതിനെ യഥാർത്ഥത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ ശ്രീ മാധവൻകുട്ടി ഖണ്ഡിച്ചിരിക്കുകയാണ്. സംഗീത പറയാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞത്. മാധവൻകുട്ടി സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആക്ച്വലി ഒന്ന് തന്നെ. അല്ലല്ല, ഞാൻ രണ്ടാക്കി കാണിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവരാവശ്യപ്പെടുന്നു, ഇവരിൽ ആവശ്യം സൃഷ്ടിച്ചതാരേ? ആ ചോദ്യം പറഞ്ഞാട്ട് അതിനുത്തരമാണ് കൃത്യമായി ഞാൻ പറയുന്നത്. ഇത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കണ പോലെ ഒരു സിറ്റുവേഷൻ ആണ്. ഏറ്റവും ആദ്യം ദൂരദർശന്റെ സമയത്ത് വളരെ നല്ല സീരിയൽസ് വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ ഒരു അധപതനം സംഭവിച്ചു? കാരണം ആളുകളുടെ അഭിരുചി മാറി എന്നുള്ളിടത്താണ്. കോമ്പറ്റീഷൻ വന്നു, ചാനലുകൾ കൂടി, ചാനലുകളും കോമ്പറ്റീഷനും കൂടിയതോടുകൂടി നാച്ചുറലി ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് കാണും എന്നുള്ളതിന് പ്രയോറിറ്റി വന്നു. അങ്ങനെയാണ് ഈ അഭിരുചി. ഞാൻ അതിനോടൊന്നും ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു ചാനലിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള പല ആൾക്കാരുമായിട്ട് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഇതിവിടെ നമുക്ക് കുറച്ച് ഡോസ് കൂട്ടണം, ഇത് അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ, ഇത് ഇപ്പുറത്തേക്ക് പിടിക്കണം എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ ഭാഗമായിട്ടുണ്ടെന്നും കൂടി ഞാൻ പറയാം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ നിഷേധിക്കാനാവാത്തൊരു സത്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നവും കഥാപാത്രത്തിന്റെ സംസാരവും ശൈലിയും രീതികളും ചേഷ്ടകളും രൂപഭാവങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതെ, സത്യമാണ്. അത് സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കിഷോർ ഒരു കള്ളുഷാപ്പിൽ കയറി ഒരു കുപ്പി കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ലാഘവത്തോടെയാണ് ഈ സംഭവം ആൾക്കാർ കാണുന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനൊരു അവതാരകന്റെ സ്വാതന്ത്ര്യം എനിക്കത് പറയാൻ ആ ഉത്തരവാദിത്വം ചാനലിന്റെയും മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ചാനലിന്റെ ആ ഉത്തരവാദിത്വം ഞങ്ങളുടേത് മാത്രമായി പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ എഴുതുന്നതിൽ ഇടപെടുന്ന ചാനൽ അത് എന്തുകൊണ്ട് ഇടപെടുന്നു? മാർക്കറ്റിംഗ് ഡിവിഷൻ മാധവൻകുട്ടിയുടെ തിരക്കഥയിൽ ആരും ഇടപെട്ടില്ല. എന്തുകൊണ്ട് ശ്രീ മാധവൻകുട്ടിയുടെ തിരക്കഥയിൽ ആരും ഇടപെട്ടില്ല? എന്തുകൊണ്ട് ശ്രീ മാധവൻകുട്ടിയുടെ തിരക്കഥയിൽ ആരും ഇടപെട്ടില്ല? എന്തുകൊണ്ട്? കാലം പോയി. അതാണ്